ഹലോ അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ എന്തൊക്കെ എല്ലാവരും വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുകയാണ്. അൽഹംദുലില്ലാ ഞങ്ങൾക്കും സുഖമാണ് കേട്ടോ. അപ്പോൾ ഇന്നലെ വീഡിയോ ഒന്നും ഇട്ടിട്ടില്ല. ഇന്നലെയൊക്കെ നല്ല തിരക്കേനി കേട്ടോ. പിന്നെ കുട്ടികൾക്ക് സുഖമില്ലേനി, കുട്ടികൾക്കൊക്കെ പനിയേനി, അതുകൊണ്ടാണ് വീഡിയോ ഒന്നും ഇടാഞ്ഞത്. അപ്പോൾ വീഡിയോ ഇടാനൊന്നൊരു മൂഡില്ലേനി കേട്ടോ. പിന്നെ ജോലി തിരക്കും ഒക്കെ കൂടെ ആയിട്ട് വീഡിയോ എടുക്കാനും എഡിറ്റ് ചെയ്യാനൊക്കെ ഒരു സമയം കിട്ടണ്ടേ, അങ്ങനെ ഇടാതെ വന്നതാട്ടോ. അപ്പോൾ കുറേ കൂട്ടുകാർ കമൻറ്റ് ബോക്സിലും മെസ്സേജ് അയച്ചിനി, അതേപോലെ വാട്സപ്പിൽ മെസ്സേജ് അയച്ചിനി ഇന്ന് വീഡിയോ ഇല്ലേ എന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ ഞാൻ വീഡിയോ ഇടാത്ത നിങ്ങൾ എന്നെ അന്വേഷിക്കുന്നുണ്ടല്ലോ, അപ്പോൾ എനിക്ക് സന്തോഷം കേട്ടോ. അപ്പോൾ എന്തായാലും ഇന്ന് നമുക്ക് വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ച്. ഇന്ന് ഇതപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നത് ഈസി ബ്രേക്ക്ഫാസ്റ്റ് ആട്ടോ. ഒന്നിപ്പോൾ കുറച്ച് പഴം ഉണ്ടേനി, അപ്പോൾ പഴം പുഴുങ്ങാമെന്ന് വിചാരിച്ച്. പിന്നെ മുട്ടയുണ്ട്, അപ്പോൾ അത് പുഴുങ്ങാമെന്ന് വിചാരിച്ച്. അപ്പോൾ കുട്ടികൾക്ക് പനി ഇനി 2 ദിവസം മുന്നേയൊക്കെ, ഇപ്പോൾ പനിയൊക്കെ മാറിയിരിക്കണം കേട്ടോ. ഞാൻ ഡോക്ടറെയൊക്കെ കാണിച്ച് അങ്ങനെ മാറി. ആദ്യം റിച്ചുവിനാണ് പനി ഉണ്ടായത്. ഓൻ്റെ പനി പിന്നെ ഡോക്ടറെ കാണിച്ചൊന്നും ചെയ്തിട്ടില്ല, അവിടെ മരുന്നുണ്ടേനി അതൊക്കെ കൊടുത്ത് ഓൻ്റെത് മാറി. പിറ്റേ ദിവസം തന്നെ അന്ന് രാത്രിയിൽ തന്നെ പിന്നെ ഐഫക്കുട്ടിക്കും മഞ്ജുമോൾക്കും പിന്നെ പനിച്ച്. ഒരിക്കൽ രണ്ടാക്കും പനിച്ചപ്പോൾ പിന്നെ ഡോക്ടറെ കാണിക്കേണ്ടി വന്ന്. നല്ല പനിയാണ് കേട്ടോ, മരുന്നൊന്നും കൊടുത്തിട്ട് മാറണില്ല. പിറ്റേ ദിവസം കൊണ്ടുപോയി ഓരോ ഡോക്ടറെ കാണിച്ച്. എന്തായാലും ഇപ്പോൾ പനിയൊക്കെ മാറിയിട്ടുണ്ട്. കുട്ടികൾക്കാണെങ്കിൽ സുഖമില്ലാതായി നമുക്ക് ഇടങ്ങേറാണല്ലോ, അമ്മമാർക്ക് ഒന്നും ഉണ്ടാക്കാനും തോന്നൂല. അതേപോലെ തന്നെ ഒരു മൂകതയാണ് വീട്ടിൽ കുട്ടികൾക്ക് അസുഖമായി കഴിഞ്ഞാൽ. എനിക്കങ്ങനെയാണ് കേട്ടോ, എല്ലാ അമ്മമാർക്കും അങ്ങനെ തന്നെ ഇക്കാരം. അപ്പോൾ ഇതാ പഴമൊക്കെ ഞാൻ കഴുകിയാണ്ട് മുറിച്ച് ഒരു പാത്രത്തിലാക്കിയിട്ടുണ്ട്. പിന്നെ നമുക്ക് നമ്മൾ ഇഡ്ഡലി പാത്രം ഉണ്ടല്ലോ, ഇതിൽ മുട്ട പുഴുങ്ങാനും പഴം പുഴുങ്ങാനൊക്കെ നല്ല സുഖമാട്ടോ, രണ്ടും ഒപ്പം ചെയ്യുക. ഇത് നമുക്ക് ഇൻഡസ് വാലിയിൽ നിന്ന് കിട്ടിയ മൾട്ടിപ്പോട്ടാണ് കേട്ടോ. അതിൽ പിന്നെ ഇഡ്ഡലി ചുടാനും നൂൽപുട്ട് ചുടാനും ഇതേപോലെ എന്തെങ്കിലുമൊക്കെ ആവിയിൽ വേവിച്ചെടുക്കണമെങ്കിൽ ആവിയിൽ വേവിച്ചെടുക്കാനൊക്കെ സുഖം കേട്ടോ. ഒരു പാത്രം മതി. പിന്നെ മുട്ട പുഴുങ്ങാനും പഴം പുഴുങ്ങാനൊക്കെ. പഴം പിന്നെ വെള്ളത്തിലിട്ട് പുഴുങ്ങിക്കഴിഞ്ഞാൽ വെള്ളം കുടിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ഇതേപോലെ ഈ തട്ടിലാക്കിയിട്ട് ആവി കയറ്റി വേവിച്ചെടുക്കുകയാണെങ്കിൽ നല്ലതാട്ടോ. കുട്ടികൾക്കൊക്കെ അങ്ങനെയാണ് ഇഷ്ടം, വെള്ളത്തിലിട്ട് പുഴുങ്ങണ കാട്ടിലും. അങ്ങനെ അതൊക്കെ പുഴുങ്ങാൻ വെച്ച് പിന്നെ അപ്പുറത്തെ അടുപ്പിൽ ചോറിനും വെള്ളം വെച്ചിട്ടുണ്ട്. അപ്പോൾ ചോറും ഇപ്പോൾ തന്നെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഇന്ന് കുറച്ചും കൂടെ ഉണ്ട് വർക്ക് ചെയ്യാൻ. ഞാൻ ചെയ്യുന്ന വർക്ക് കുറച്ചും കൂടെ ചെയ്യാനുണ്ട്, അപ്പോൾ അത് തീർക്കും വേണം. പിന്നെ നമ്മൾ കുക്കിങ്ങൊക്കെ അതിൻ്റെ അടിയിൽ കൂടെ അതും നടക്കണം. പഴക്കൊല ഞാനിപ്പോൾ വീഡിയോ എടുത്തപ്പോഴാട്ടോ ശ്രദ്ധിച്ചത്. പഴക്കൊല കഴിഞ്ഞിരിക്കണം, അതിൻ്റെ അടിയിൽ കുറച്ചുള്ളൂ. അപ്പോൾ അത് അവിടെ നിന്ന് എടുത്തിടാൻ അയക്കണം. എന്തായാലും വലിയ പഴക്കൊലേനിട്ട് എല്ലാവർക്കും കൊടുത്തും ചെയ്തിട്ടുണ്ട്. അനിയത്തിക്ക് മാത്രം കിട്ടിയില്ല, എല്ലാത്തവർക്കും കൊടുത്തു. ഓളടുത്ത് പിന്നെ പോകാനിട്ട് പറ്റിയതുമില്ല. അപ്പോൾ എന്തായാലും നമുക്ക് ഇനി ചോറിന് കറി ഉണ്ടാക്കാം. ചോറിന് വെള്ളം ഞാൻ അടുപ്പത്ത് വെച്ചല്ലോ. അപ്പം ഇനിയിപ്പോൾ പരിപ്പ് കറിയാണ് കേട്ടോ ചോറിനൊന്നും ഉണ്ടാക്കണത്. അപ്പോൾ ഞാൻ പരിപ്പൊക്കെ കഴുകി കുക്കറിൽ ഇട്ട് കൊടുത്തിരിക്കണം. പിന്നെ അതിക്ക് തക്കാളിയും, പരിപ്പ് കറി എന്നാൽ പരിപ്പ് കുത്തി കാച്ചിയത് എന്നൊക്കെ പറയില്ലേ, അങ്ങനെ കേട്ടോ. അപ്പോൾ പരിപ്പ് ഞാൻ കഴുകി കുക്കറിൽ ഇട്ട് കൊടുത്തു. പിന്നെ അതിക്ക് ഒരു തക്കാളി അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്, 2 വെളുത്തുള്ളി ചതച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അതിന് പിന്നെ ഉപ്പും മഞ്ഞൾപ്പൊടിയും പച്ചമുളകും ഒക്കെ ഇട്ടാണ്ട് കുക്കർ അടച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് കറണ്ട് അടുപ്പുമ്പോൾ കൊണ്ടുപോയി വേവിക്കാൻ വെച്ചിട്ടോ. അപ്പോൾ അതവിടെ കടന്നിട്ട് വേവട്ടെ. പിന്നെ പോയി അരിയൊക്കെ അളന്ന് കൊണ്ടുവന്നു. അരി കഴുകിയാണ്ട് അരി ഇട്ട് കൊടുക്കുകയാണ്. എന്നാൽ പിന്നെ ചോറും അവിടെ കടന്നിട്ട് വെന്തോളും. ചോറിപ്പോൾ അടുപ്പത്ത് വെക്കാത്ത എന്താ വെച്ചാൽ അടുപ്പ് കത്തിക്കാൻ നിന്നാൽ കുറച്ച് നേരം പിടിച്ചും. ഈ ചോറ് വേവാൻ ഒരു പണിയില്ല കേട്ടോ. ഇപ്രാവശ്യം റേഷൻ കടയിൽ നിന്ന് കിട്ടിയ അരി ഒരു 2 തള തിളച്ച് കഴിഞ്ഞാൽ മതി, അപ്പം തന്നെ വേവും. അപ്പോൾ അതിന് പിന്നെ വെറുതെ അടുപ്പ് എത്തിച്ച് സമയം കളയണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഗ്യാസുമ്മ തന്നെ കേട്ടോ ചോറിന് വെള്ളം വെച്ചത്. പിന്നെ നമുക്ക് എന്തെങ്കിലും വർക്കും കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ടെങ്കിൽ കിച്ചണത്തെ പരിപാടികൾ ആദ്യം തീർക്കണം, ഇല്ലെങ്കിൽ ഒരു സമാധാനവും കിട്ടൂല. നമ്മൾ ചെയ്യുന്ന ജോലിയിൽ ആ ഒരു ആത്മാർത്ഥത കിട്ടൂല. എന്താ വെച്ചാൽ ഇവിടേക്ക് കാര്യം ചിന്ത. ഇനിയിപ്പോൾ കുട്ടികൾക്ക് വിശന്ന് കഴിഞ്ഞാൽ എന്തെങ്കിലും അവർക്ക് കഴിക്കാൻ ഉണ്ടാക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു ബേജാറാണ്. അപ്പോൾ പിന്നെ അതൊക്കെ ഉണ്ടാക്കിയിട്ടാണ് പോകുമ്പോൾ നമ്മളെ വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സമാധാനത്തോടെ ഇരുന്നിട്ട് ചെയ്യാം, പ്രത്യേകിച്ച് മക്കൾ വീട്ടിലുണ്ടാവുന്ന ടൈമിൽ. അപ്പോൾ ഇതാ ചോറിന് അരിയിട്ട് കൊടുത്തു. പിന്നെ ഇതാ പഴമൊക്കെ പുഴുങ്ങി എടുത്തിട്ടുണ്ട്. പിന്നെ ചൂടാറാൻ വേണ്ടിയിട്ട് വേഗം തൊലിയൊക്കെ കളഞ്ഞെടുക്കുന്നുണ്ട്. പിന്നെ ഇന്നൊന്നും ട്യൂഷനൊന്നും പോയിട്ടില്ല കേട്ടോ, മക്കളൊന്നും പനി ആയതുകൊണ്ട്. അപ്പോൾ എന്തായാലും അവർക്കുള്ള ബ്രേക്ക്ഫാസ്റ്റൊക്കെ റെഡിയാക്കി കൊടുത്തു. ഞാനും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. പിന്നെ അധികം പാത്രമൊന്നുമില്ല കഴുകാൻ. ഇങ്ങനത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ആകുമ്പോൾ അങ്ങനെയാണല്ലോ, പാത്രങ്ങളൊന്നും അധികം ഉണ്ടാവില്ല കഴുകാൻ. ഒക്കെ ഒരു പാത്രത്തിൽ തന്നെ ആക്കി ടേബിൾ മട കൊണ്ടുവച്ചാൽ ഓരോന്നും അങ്ങനെ എല്ലാവരും അങ്ങനെ കഴിച്ചോളും. അങ്ങനെ പിന്നെ അതൊക്കെ കഴിഞ്ഞു. പിന്നെ ഞാൻ കുറേ തുണികളുണ്ട് ഇട്ട് അലക്കാൻ. ഇപ്പോൾ 2 ദിവസമായിട്ട് നല്ല തിരക്കായതുകൊണ്ട് പുഴയിലൊന്നും പോവലില്ല. അപ്പോൾ തുണികൾ അലക്കാനുള്ളതൊക്കെ അവിടെ വെച്ചേക്കേനും. അപ്പോൾ അതൊക്കെ കൊണ്ട് ഇന്ന് പുഴയ്ക്ക് പോന്നിട്ടുണ്ട്. അപ്പോൾ ഐഫക്കുട്ടീൻ്റെ കൂടെ പോന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നലെയൊക്കെ ഉച്ച കഴിഞ്ഞിട്ട് നല്ല മഴ കഴിഞ്ഞിട്ട് ഇവിടേക്ക്. ഇന്നലെയും മിഞ്ഞാന്നൊക്കെ മഴ ഉണ്ടേനി.
അപ്പോൾ മഴ ഒക്കെ പെയ്തതുകൊണ്ട് പുഴയിലും തന്നെ കുറച്ച് വെള്ളമൊക്കെ അധികം ഉണ്ട്, കുറച്ച് വെള്ളം കൂടുതലൊക്കെ ഉണ്ട്. നല്ല ഒഴുക്കും ഉണ്ട് കേട്ടോ. അങ്ങനെ പെരുവൊഴുക്കല്ല, എന്നാലും കുറച്ചൊക്കെ ഒഴുക്കും ഉണ്ട്. അപ്പോൾ കുട്ടികളൊക്കെ കൊണ്ടുവരുമ്പോൾ ഒരു പേടിയാണ്. നല്ല തെളിഞ്ഞ വെള്ളം കേട്ടോ. അപ്പോൾ ചിലപ്പോൾ രാവിലെ തന്നെ വരും. ഞാൻ ഇന്നിപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ടാണ് പോന്നിക്കണത്, ഒരു 8:30 ആയിട്ടാട്ടോ പോന്നിക്കണത്. 8:30 കഴിഞ്ഞിട്ടുണ്ട് ഞാൻ പോന്നപ്പോൾ. പിന്നെ ഒന്ന് വലിയ വെയിലൊന്നും ഇല്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല. പിന്നെ ഇവിടെ വന്നാലുണ്ടല്ലോ എത്ര തുണികൾ അലക്കാണ്ടെങ്കിലും പെട്ടെന്ന് തീരും, നമുക്ക് സുഖമായിട്ട് അലക്കി പോവാം. കുറേ ആൾക്കാരുണ്ടാവും കേട്ടോ പുഴയിൽ, ഞാൻ മാത്രമൊന്നുമല്ല. പിന്നെ ഞാൻ വീഡിയോ എടുക്കുമ്പോൾ ഉൾപ്പെടുത്താതെ നിൽക്കുന്നതാണ്. പിന്നെ ചെറിയ കുട്ടികളൊക്കെ ചിലരുണ്ടാവും, നമുക്ക് ചാനലുള്ളതൊക്കെ അറിയുന്ന കുട്ടികളൊക്കെ. അപ്പോൾ ഒരു ഇങ്ങനെ ചോദിക്കും, എന്താ താത്ത ഞങ്ങളെ കാണിക്കുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കും. അവർക്ക് ഇഷ്ടമാട്ടോ വീഡിയോയിലൊക്കെ വരുന്നതൊക്കെ. പിന്നെ എന്താ വെച്ചാൽ ചെറിയ കുട്ടികളെ വല്ലാതെ കാണിച്ചു കഴിഞ്ഞാൽ ചിലപ്പം ഒരു നിക്കറൊക്കെ ഇട്ടിട്ടുണ്ടാവുള്ളൂ, ഷർട്ടൊന്നും ഇട്ടിട്ടുണ്ടാവില്ല. അപ്പോൾ കോപ്പിറൈറ്റോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കിട്ടും. യൂട്യൂബിന് വലിയ ഇഷ്ടമൊന്നും ഉണ്ടാവില്ല കുട്ടികൾ അങ്ങനെ ഷർട്ട് ഇടാതൊക്കെ കാണിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങനെ വീഡിയോയിൽ അതൊന്നും ഉൾപ്പെടുത്തലില്ല. അങ്ങനെ അലക്കലൊക്കെ കഴിഞ്ഞിട്ടോ. ഇതിപ്പോൾ കയ്യിൽ നിന്ന് എന്തെങ്കിലും ഒരു തുണി പോയി കഴിഞ്ഞാൽ പോയി. ഒരു ദിവസം റിച്ചുവിൻ്റെ നല്ലൊരു ടീഷർട്ട് പോയിട്ട്, ഇത് നല്ല ഒഴുക്കുള്ള സ്ഥലത്താണ് ഞാൻ അലക്കണത്. അപ്പോൾ തുണികളൊക്കെ ഒലുമ്പുമ്പോൾ ഉടുക്കുമ്പോഴൊക്കെ നല്ല ശ്രദ്ധിക്കണം, അല്ലേ പോവും. എന്നാൽ അതേപോലെ ചെറിയൊരു ടർക്കി പോയി. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചിലപ്പോൾ പോകും കേട്ടോ. പിന്നെ അതിൻ്റെ പിന്നാലെ ഓടാൻ എനിക്ക് പേടിയാണ്, കാരണം എനിക്ക് ശരിക്കും നീന്തലൊന്നും അറിയില്ല. പുഴയ്ക്കൊക്കെ ഞാൻ വലിയ ഇതിൽ വരും, നീന്താനൊന്നും അറിയില്ല കേട്ടോ. അപ്പോൾ വേഗം അലക്കി വേഗം പോകാനും നോക്കും. കുട്ടികളൊക്കെ വല്ലാതെ ആഴമുള്ള സ്ഥലത്തേക്കൊന്നും ഇറക്കില്ല, അങ്ങനെ പേടിയൊക്കെയാണ്. അങ്ങനെ അലക്കലൊക്കെ കഴിഞ്ഞ് ഇനി വേഗം ഒന്ന് കൊലുമ്പി പിഴിഞ്ഞ് വീട്ടിൽ പോവാം. വീട്ടിൽ നിന്ന് കേട്ടോ കുളിയും കാര്യങ്ങളൊക്കെ. ഇവിടുന്ന് കുളിക്കൊന്നുമില്ല, അതേപോലെ അലക്കി പോവും. ചിലപ്പം കുട്ടികളൊക്കെ വെള്ളത്തിൽ ചാടും പോലെ കൂടെ ഞാനും ചാടും. പർദ്ദ എന്തെങ്കിലുമൊക്കെ കൊണ്ടുവരും, അതിൻ്റെ മേലെ കൂടെ ഇട്ടിട്ട് അങ്ങനെ പോകും കേട്ടോ. അല്ലെങ്കിൽ ഡ്രസ്സൊക്കെ നനഞ്ഞതാവൂലേ. അപ്പോൾ ഈ പുഴയൊന്നും അടുത്തില്ലാത്ത ആൾക്കാർക്ക് ഇതൊക്കെ കാണുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം എന്താ നമ്മളോട് തന്നെ പറയലുണ്ടല്ലോ, ഞങ്ങൾ പുഴയ്ക്ക് പോകുമ്പോൾ കാണിക്കൊണ്ടി, അതേപോലെ പുഴ മിസ് ചെയ്യണമെന്നൊക്കെ പറയലുണ്ട്. അപ്പോൾ അങ്ങനെ ജസ്റ്റ് കാണിച്ചതാണ് കേട്ടോ. പിന്നെ എന്താ അലക്കലൊക്കെ കഴിഞ്ഞ് പിന്നെ വീട്ടിലെത്തി, പിന്നെ കുളിയും ഒക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ മുറ്റത്തേക്ക് ഇറങ്ങുന്നത്. അപ്പം ഇനി കൊണ്ടുവന്ന തുണികളൊക്കെ ഉണ്ട് തോരടാനൊക്കെ. ഇന്നത്തെ ദിവസം ഒരു മൂടി കെട്ടിക്കൊണ്ടാണ് കേട്ടോ, വലിയൊരു തെളിച്ചല്ല, വെളിച്ചമൊന്നും ഇല്ലാത്തൊരു ഇതാണ്. ചെറുതായിട്ട് മഴക്കാറും കാര്യങ്ങളൊക്കെ ഉണ്ട്, വെയിലൊന്നുമില്ല. എന്തായാലും രാവിലെ അലക്കൽ കഴിഞ്ഞതുകൊണ്ട് വൈകുന്നേരം ആകുമ്പോഴത്തേനൊക്കെ ഉണങ്ങി കിട്ടുമെന്ന് വിചാരിക്കണം. ഇപ്പോൾ രാവിലെ അലക്കിയിട്ട് തന്നെയാണ് നല്ലത്, അല്ലെങ്കിൽ ഉണങ്ങി കിട്ടൂല. പിന്നെ ഇത് അലക്കാനും ഇത് തോരടാനൊന്നും അല്ല പണി, ഇത് മടക്കി വെക്കാനാണ് പണി. മടക്കി വെക്കുന്ന കാര്യത്തിലൊക്കെ മടിച്ചുകളാണ് ഇവിടെ ഉള്ളവർ ഒക്കെ അങ്ങനെ തന്നെ, മക്കളൊക്കെ അങ്ങനെ തന്നെ കേട്ടോ. എല്ലാവർക്കും മടിയാണ്. എന്നാലും ഞാൻ നിർബന്ധിപ്പിച്ച് ചെയ്യിപ്പിച്ചും. അവനാൻ്റെത് അവനാ മടക്കിക്കോളി എന്നാണ്ട് ഓരോ ഭാഗത്തേക്ക് ചിലപ്പോൾ ഇട്ട് കൊടുക്കും. അല്ലെങ്കിൽ പിന്നെ എന്താ പറയുക, നമ്മളെവിടെയാണോ തുണികൾ കൊണ്ടുപോയിട്ടിരിക്കുന്നത് അവിടെ കിടക്കും. പിന്നെ ചെയ്യാമെന്ന് വിചാരിച്ചാൽ പിന്നെ ചെയ്യൽ കണക്ക് തന്നെ കാരണം. അപ്പോൾ ഒന്നായിട്ട് കുന്നുകൂടി കിടക്കുന്നത് കാണുമ്പോൾ ഒരു ഗതികേടാണ്, ഒരു ഐശ്വര്യക്കേടാണല്ലോ. പിന്നെ തുണികളാണെങ്കിൽ ഇഷ്ടം പോലെ ഉണ്ടാവും ചെയ്യും. എനിക്ക് 4 മക്കളില്ലേ. ആരോ കമൻറ്റ് ബോക്സിൽ എന്താ നാൾ കമൻറ്റ് ഇട്ടീനല്ലോ, എനിക്ക് 5 കുട്ടികളുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട്. 5 ആളൊന്നും ഇല്ല കേട്ടോ, എനിക്ക് 4 മക്കളുള്ളൂ. അപ്പോൾ ഇതാ തുണികളൊക്കെ തോരട്ട് കഴിഞ്ഞ് പിന്നെ മക്കളപ്പോൾ അങ്ങനെ കളിക്കാൻ വല്ലാതെ ഞാൻ വിടലില്ല, പനിയൊക്കെ ആയതുകൊണ്ടേ. എന്താ റെസ്റ്റ് എടുത്തോളിയെന്നും പറഞ്ഞാണ്ട് അങ്ങനെ പിടിച്ച് വെച്ച് നിർത്തിയത്. എന്നാലും ഓരോ കൊണ്ടുപോകാൻ വരും കേട്ടോ ആൾക്കാർ. അപ്പോൾ മുറ്റത്ത് നിറച്ച് സൈക്കിളുണ്ട്. ഇപ്പം റിച്ചുവിനെ തിരഞ്ഞ് വന്നതാണൊക്കെ. ഓനക്കാണെങ്കിൽ ഈ വെയിൽ കൊണ്ടുകഴിഞ്ഞാൽ അപ്പം തലവേദനയാണ്, പറഞ്ഞാലിട്ട് കേൾക്കില്ല. കളിക്കാൻ പോവുകയും ചെയ്യും, തണുത്ത വെള്ളം കുടിച്ചും ചെയ്യും. അതുകൊണ്ടാണ് ഇപ്പോൾ പനിയൊക്കെ നല്ലോണം ഉണ്ടായത്. മറ്റവർക്കൊന്നും ഉണ്ടാവണ പോലെയല്ല കേട്ടോ, ഓനക്കാണ് ഉണ്ടായിക്കഴിഞ്ഞാൽ മാറിക്കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. എന്തായാലും നീച്ചാൻ വെച്ചാൽ പിന്നെ അടങ്ങിക്കൂലല്ലോ, നമ്മൾ നിൽക്കാൻ പറഞ്ഞാലും നിൽക്കൂല. പിന്നെ ഇത്രയും ആൾക്കാർ തിരഞ്ഞു വരുമ്പോൾ പിന്നെ പറഞ്ഞയക്കാതിരിക്കാനും വയ്യ. അപ്പോൾ ഓരങ്ങനെ കളിക്കാനൊക്കെ പോയി. പിന്നെ ഈ ഫോണുമ്പോൾ കളിക്കണ കാട്ടിൽ നല്ലത് ഇതേപോലെ പുറത്തേക്ക് കളിച്ചാൻ പോവുകയാണെങ്കിൽ പോയിക്കോട്ടെ എന്ന് വിചാരിച്ചു. ചിലപ്പോൾ ഞാൻ കേട്ടോ, ചിലപ്പോൾ കാണാം ഒരു ഉരുളക്കിഴങ്ങോ അല്ലെങ്കിൽ ഒരു തക്കാളിയോ ഒരു സവാള എന്തെങ്കിലുമൊക്കെ എടുത്ത് കൊണ്ടുപോകും.
അവിടെ പുറത്തെവിടെയൊക്കെ കൊണ്ടുപോയിട്ടേ ഒരു കുട്ടികളെല്ലാവരും കൂടിയിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കഴിക്കും അങ്ങനെയൊക്കെ പറയും എന്നോട്. അപ്പോൾ എന്തായാലും ഒരു കളിക്കാനൊക്കെ പോയി. പിന്നെ എൻ്റെ തുണി തോരടലും ഒക്കെ കഴിഞ്ഞ് പിന്നെ എനിക്ക് കുറച്ച് വർക്കും കാര്യങ്ങളൊക്കെ ചെയ്യാണ്ടേനി, ബില്ലൊക്കെ കംപ്ലീറ്റ് ചെയ്യാനൊക്കെ ഉള്ളതുണ്ടേനി. അപ്പോൾ അതൊക്കെ ചെയ്ത് ഓഫീസിക്ക് കൊടുക്കാനുള്ള റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ കൊടുത്ത് പിന്നെന്താ ആകെയൊക്കെ മക്കൾ ക്ലീൻ ആക്കിയിട്ടുണ്ട്. അടിച്ചുവാരലൊക്കെ ഞാൻ പുഴയ്ക്ക് പോണതിൻ്റെ മുന്നേ തന്നെ ചെയ്തിനി, പിന്നെ തുടക്കാനുള്ളതിന്. അപ്പോൾ അതൊക്കെ ഒരു രണ്ടാളും കൂടി ചെയ്തിക്കണം, ഒരാൾ താഴെ ഒരാൾ മേലെയൊക്കെ തുടച്ചുകൊണ്ട് ആർക്കും ബുദ്ധിമുട്ടില്ലാതെ അങ്ങനത്തെ പണികളൊക്കെ കഴിഞ്ഞിരിക്കണം. ഇനിയിപ്പോൾ നമുക്ക് ചോറിന് കൂട്ടാനൊക്കെ ഉണ്ടാക്കണം. അപ്പോൾ പരിപ്പ് വേവിച്ച് അതേപോലെ ചോറും വേവിച്ച് വെച്ചിരിക്കണം. ഇനിയിപ്പോൾ കറിയൊക്കെ ഉണ്ടാക്കണ്ടേ. അപ്പോൾ ഇന്ന് ഐഫക്കുട്ടി പറഞ്ഞ എന്നോട് പിന്നെ ഉണക്കമീനോ പൊരിച്ച് തരുമോ ചോദിച്ചു. ഓൾക്ക് എന്ത് ഭയങ്കര ഇഷ്ടമാട്ടോ ഉണക്കമീൻ. ബാക്കിയില്ല മൂന്നാക്കും ഉണക്കമീനോട് വലിയ താല്പര്യമില്ല. എനിക്കും ഐഫക്കുട്ടിക്കും ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഓളന്നെ കടയിൽ പോയാണ്ട് ഉണക്കമീനൊക്കെ കൊണ്ടുവന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ എന്താ ഉണക്കമീൻ കണ്ടപ്പം റിച്ചുവിനും പറ്റൂല അറിഞ്ഞേനി കേട്ടോ. എന്തിനാ അമ്മച്ചി ഉണക്കമീൻ വാങ്ങിയത്, ഇത് വാണ്ടില്ലേനി എന്നൊക്കെ പറഞ്ഞേനി കേട്ടോ. പക്ഷേ ഇത് ഉണ്ടാക്കിയപ്പോൾ ഓനും തന്നെ ഉണക്കമീൻ കൂട്ടിയിട്ടാണ് കഴിച്ചത്. ഞങ്ങളിവിടെ അങ്ങനെ വല്ലാതെ കൊണ്ടുവരില്ല കേട്ടോ ഉണക്കമീൻ. അത് ഒന്നാമത് എന്താ വെച്ചാൽ ഞങ്ങളപ്പച്ചിക്ക് ഇഷ്ടമല്ല, എന്നാലും ഇപ്പച്ചി ഇല്ലെങ്കിലും ഞങ്ങളിട്ട് വാങ്ങൂല. പിന്നെ ചിഞ്ചുമോക്കും പറ്റൂല, അപ്പോൾ അങ്ങനെ വാങ്ങലില്ല. അപ്പോൾ ഇന്ന് ഐഫക്കുട്ടി ഒരു പൂതി പറഞ്ഞപ്പം എന്നാൽ പോയി വാങ്ങിക്കോന്ന് പറഞ്ഞാണ്ട് ഓളടുത്ത് പൈസ കൊടുത്തോളൂ വാങ്ങിക്കൊണ്ടുവന്നാ കേട്ടോ. അപ്പോൾ ഞാൻ ഇതൊന്ന് പൊരിച്ചെടുക്കാമെന്ന് വിചാരിച്ച് എന്താ അത് അതിൻ്റെ ആ ഒരു എന്താ പറയുക വാലും വേസ്റ്റ് കഷ്ണങ്ങളൊക്കെ കത്രി കൊണ്ട് കട്ട് ചെയ്തൊക്കെ എടുത്ത് കഞ്ഞിവെള്ളത്തേക്ക് ഇട്ട് കൊടുത്തിക്കണം കേട്ടോ. അങ്ങനെ ചെറുതാക്കി കട്ട് ചെയ്താണ്ട് ഇതിങ്ങനെ കഞ്ഞിവെള്ളത്തിൽ ഇട്ട് കഴിഞ്ഞാൽ എളുപ്പം ക്ലീനായിട്ട് കിട്ടൂലേ. ഉമ്മയൊക്കെ കാട്ടണ കണ്ടിക്കണ ഞാൻ അതേപോലെ ചെയ്തതാണ്. പിന്നെ കഞ്ഞിവെള്ളത്തിലിട്ട് കുറച്ച് സമയം വെക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താ എളുപ്പത്തിൽ പോരും. ഇതേപോലെ കൈ കൊണ്ട് ഇങ്ങനെ കളയേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഞാനിപ്പോൾ ഇതിപ്പോൾ എന്താ കുറേ നേരം കഞ്ഞിവെള്ളത്തിൽ ഇട്ട് വെക്കാനൊന്നും സമയമില്ല. പിന്നെ ഉപ്പും കുറേ കുറഞ്ഞു കിട്ടും തോന്നുന്നുണ്ട്. ചില മീനിൽ നല്ല ഉപ്പല്ലേക്കാരം എന്താ കഞ്ഞിവെള്ളത്തിലിട്ട് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഉപ്പൊക്കെ കുറയുന്നൊക്കെ പറയണേക്കാം. എന്തായാലും ഞാനത് കഞ്ഞിവെള്ളത്തിലൊക്കെ ഇട്ട് നല്ലോണം കഴുകി പിന്നെ പച്ചവെള്ളം കൊണ്ടും കഴുകി പിന്നെ അതായിക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയും കുറച്ച് മല്ലിപ്പൊടിയും ചേർക്കുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ പൊരിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പം ഇനി ഇതിവിടെ തിരുമ്മി വെക്കാം. പിന്നെ ഉണക്കമീൻ പറ്റാത്ത ആൾക്കാർക്ക് മുട്ട പൊരിക്കണം. അപ്പോൾ ഒരു സ്പെഷ്യൽ ഓംലേറ്റ് ആട്ടെ ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിൻ്റെ റെസിപ്പിയും കൂടെ കാണിച്ചു തരാം. അപ്പോൾ അതവിടെ തിരുമ്മി വെച്ചിട്ടോ. പിന്നെ ഞാൻ വേഗം ഒരു പാന് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു സവാളൻ്റെ പകുതി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ പാനിക്ക് വെളിച്ചെണ്ണ ഒഴിച്ചാണ്ട് വെളിച്ചെണ്ണ ചൂടായപ്പോൾ ആ ഒരു സവാള കട്ട് ചെയ്തത് ചേർത്ത് കൊടുത്തു. അതേപോലെ തന്നെ ഒരു പച്ചമുളകും ഒരു തക്കാളിൻ്റെ ഒരു കഷ്ണവും അരിഞ്ഞ് വെച്ചിട്ടുണ്ടേന് അതും ഇതിലേക്ക് ചേർക്കണം കേട്ടോ. അപ്പോൾ ഇതിക്ക് ഞാൻ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഉപ്പ് പൊടിപ്പ് കഴിഞ്ഞിരിക്കണം. കല്ലുപ്പാട്ടോ ഞാൻ ഇട്ടത്. കല്ലുപ്പ് ഏറിയിക്കണോ അല്ലേന്ന് അറിയില്ല. ചിലപ്പോൾ ഉപ്പിടുമ്പോൾ ഒരു എന്താ പൊടിപ്പ് ഇങ്ങനെ വാരിയിട്ടാണ്ടേ ശീലയിക്കണമല്ലോ. അപ്പോൾ കല്ലുപ്പ് ഏറിയിക്കണോന്ന് അറിയില്ല. എന്തായാലും ഞാൻ കുറച്ച് ഇട്ടിക്കണ്. പിന്നെ അതേപോലെ അതൊന്ന് വാടി വന്നപ്പം തക്കാളി അരിഞ്ഞുകൊണ്ട് ചേർത്തു. ഒരു പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, അതിന് അതുവഴിക്ക് ചേർത്ത് കൊടുത്തു. ഒന്ന് വഴറ്റിയെടുത്തു. അപ്പോൾ ഇതാ സവാളയും തക്കാളിയും ഒക്കെ ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. പിന്നെ ഞാൻ ഇതിലേക്ക് കുറച്ച് മുളക് പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് ചേർത്താൽ മതി മഞ്ഞൾപ്പൊടി. മുളക് പൊടി ഒരു 1/2 സ്പൂൺ ചേർത്തിട്ടുണ്ട്. പിന്നെ എരിവൊക്കെ നിങ്ങൾക്ക് എങ്ങനെയാണ് വേണ്ടത് അതിനനുസരിച്ചിട്ട് ചേർക്കാം. പിന്നെ കുരുമുളക് പൊടി വേണമെങ്കിൽ കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ അതൊക്കെ ചേർത്ത് കൊടുത്തു. ഇനി ചെറിയ തീയിലിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒക്കെ ഒന്ന് മൂത്ത് വരട്ടെ. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് പിന്നെ ഞാനൊരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് 2 മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇതിന് ഉപ്പ് ഞാൻ ചേർക്കണില്ല കേട്ടോ. ഉപ്പ് നമ്മൾ കല്ലുപ്പ് ഇട്ടത് കുറച്ച് ചേറിക്കണ ഒരു ഡൗട്ട് ഉണ്ട്. പിന്നെ മുട്ടിക്കും കൂടെ ഉപ്പ് ചേർക്കുമ്പോൾ അതിൽ എന്താ ഉപ്പ് കൂടുതലേക്കാരം. അപ്പോൾ ഇതിക്ക് ഉപ്പ് ചേർക്കണില്ല കേട്ടോ. വേണമെങ്കിൽ കുറച്ച് കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കുക. എന്താ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചിട്ട്. ഞാൻ കുരുമുളക് പൊടിയൊന്നും ചേർത്തിട്ടില്ല കേട്ടോ. അപ്പോൾ അതൊക്കെ ഇപ്പോൾ മൂത്ത് വന്നിക്കണം കേട്ടോ. ആ ഒരു മസാലപ്പൊടികളൊക്കെ ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കത്. നമ്മൾ മുട്ട പൊരിക്കണ സമയത്ത് പച്ച സവാള അല്ലേ മുട്ടിക്ക് ഇട്ട് കൊടുക്കുക. അതിലേറെ നല്ല ടേസ്റ്റ് ആട്ടോ. അതേപോലെ സവാളയും തക്കാളിയൊക്കെ വഴറ്റിയിട്ട് അതിലേക്ക് മുട്ട ഒഴിച്ച് കൊടുക്കുമ്പോൾ. അപ്പോൾ അത് ഞാൻ അടച്ച് വെച്ചിട്ടുണ്ട്. ചെറിയ തീയിലിട്ട് വെച്ചിട്ടുണ്ട്. കാരണം സ്റ്റീലിൻ്റെ ചട്ടിയല്ല, ചിലപ്പോൾ അടി പിടിക്കും. നോൺ സ്റ്റിക്കിൻ്റെ ആണെങ്കിൽ വലിയ കുഴപ്പമില്ല. അപ്പോൾ അതൊക്കെ അടച്ച് വെച്ചു. പിന്നെ നമ്മൾ പരിപ്പ് കറി ഉണ്ടല്ലോ അതൊന്ന് തൂമിച്ചെടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണയിൽ കുറച്ച് കടുകിട്ട് പൊട്ടിച്ചെടുത്ത് പിന്നെ കുറച്ച് കുറച്ചല്ല ചെറിയൊരു സവാളൻ്റെ കഷ്ണം ചെറുതാക്കി അരിഞ്ഞാണ്ട് അത് വൈക്ക് ഇട്ട് കൊടുത്തു. കറിവേപ്പിൻ്റെ ഇലയും വറ്റൽമുളകും ഒക്കെ മൂപ്പിച്ചിട്ട് ഇതാ കറിക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ചൂടുള്ള വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്ത് കറി ഒന്ന് അരച്ചെടുത്തിട്ടോ. നല്ല കുറുകിയിട്ടുള്ള കറി തന്നെ. അങ്ങനെ പരിപ്പ് കുത്തി കാച്ചിയത് റെഡി ആയിട്ടുണ്ട്. പിന്നെന്താ ഇനി മുട്ട തിരിച്ചിട്ട് കൊടുക്കാൻ നിൽക്കുകയാണ്. അപ്പോൾ മുട്ട കുറച്ച് വേഗിട്ടോ തിരിച്ചിട്ട് കൊടുക്കാൻ. ആ കറിയൊക്കെ തൂമിച്ച് വന്നപ്പോൾ തന്നെ
കരിഞ്ഞിട്ടൊന്നുമില്ല, എന്നാലും ചെറുതായിട്ടൊന്ന് കളറ് മാറിയിട്ടുണ്ടേന്. അപ്പോൾ ഞാനിതൊന്ന് തിരിച്ചിട്ട് കൊടുത്തു. അപ്പോൾ നമുക്ക് വേറെ കൂട്ടാനൊന്നും ഇല്ലെങ്കിൽ, കറിയും ഉപ്പേരി ഒന്നും ഇല്ലെങ്കിലും ഇങ്ങനെ മുട്ട പൊരിക്കുകയാണെങ്കിൽ ഇതൊരു കഷ്ണം മതിയിട്ട് നമുക്ക് ചോറ് കഴിക്കാൻ. ഒരു രണ്ടാൾക്ക് എന്തായാലും കഴിക്കാം, 2-3 ആൾക്കൊക്കെ കഴിക്കാം കേട്ടോ. 2 മുട്ട കൊണ്ട് ഇതേപോലെ ഉണ്ടാക്കിയാൽ. അങ്ങനെ മുട്ടയൊക്കെ ഞാനൊരു പാത്രത്തേക്ക് മാറ്റി കൊടുത്തു. പിന്നെ ആ ഒരു പാൻ തന്നെ ഒന്ന് കഴുകിയിട്ട് അതന്നെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഉണക്കമീൻ പൊരിക്കണ്ടേ, ഉണക്കമീൻ പൊരിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. ഞങ്ങളിവിടെ ഈ മീനിനെ തളാന്നാട്ടോ പറയൽ, നിങ്ങളവിടെ എന്താ പേര് പറയലൊന്ന് കമൻറ്റ് ചെയ്യുകൊണ്ട്. പിന്നെ നമ്മളെ ഗിവ് അവേ വിന്നർ തിരഞ്ഞെടുക്കണം ഇൻഷാ അല്ലാഹ്. ഇന്നത്തെ വീഡിയോയിൽ ചെയ്യാൻ പറ്റിയിട്ടില്ല, എനിക്ക് തിരക്ക് കാരണം കേട്ടോ. എന്തായാലും നാളത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നുണ്ട് കേട്ടോ ആരെയാണ് വിന്നറായിട്ട് തിരഞ്ഞെടുത്തിക്കണത് എന്നുള്ളത്. നറുക്കിട്ടിട്ട് എടുക്കാം നമുക്ക്, നറുക്കിയാൻ ഇടുന്നത് വീഡിയോയിൽ കാണിക്കും ചെയ്യുന്നുണ്ട് കേട്ടോ. മാസം നമ്മൾ ചെയ്തിട്ടില്ലേനി, ഞാൻ പറഞ്ഞിനി ഈ മാസം ചെയ്യും എന്നുള്ളത്. അന്ന് ആ കഴിഞ്ഞ മാസത്തെ വീഡിയോസിന് അധികം വീഡിയോസൊന്നും നമ്മളന്ന് ഇട്ടിട്ടില്ല, കുറച്ച് വീഡിയോ ഒക്കെ ഇട്ടിട്ടുള്ളൂ. അപ്പോൾ ഈ മാസം എന്തായാലും ഞാനത് ചെയ്യാമെന്ന് പറഞ്ഞതേനി. അപ്പോൾ ഇന്നലത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തണ്ടേ, ഇന്നലെ നമ്മൾ വീഡിയോ ഇട്ടിട്ടില്ലല്ലോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാനത് മറന്നും ചെയ്തിട്ടോ. പിന്നെ വീഡിയോ കോഴ്സ് കൊടുക്കുന്ന സമയത്താണ് ഓർമ്മ വന്നത്. എന്തായാലും ഇന്നത്തെ വീഡിയോ വേഗം വരാൻ. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനി നാളെ എന്തായാലും നാളത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ വീഡിയോ കാണുക, അതേപോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ ടോപ്പ് കമൻറ്റിൽ വരുന്ന ആൾക്കാരെ നമുക്ക് ടോപ്പ് കമൻറ്റിൽ വരുന്ന ആൾക്കാരെ വെച്ചിട്ട് നറുക്കെടുക്കുക, അതിൽ ഭാഗ്യശാലിയാൾക്ക് ഗിഫ്റ്റ് അയച്ചു കൊടുക്കുക കേട്ടോ. അങ്ങനെയാണ് നമ്മൾ ചെയ്യൽ. അപ്പോൾ നമ്മൾ മീനൊക്കെ പൊരിച്ചതൊക്കെ റെഡി ആയിട്ടോ. പിന്നെ ചോറൊക്കെ കഴിക്കാനായി തുടങ്ങിയ സമയം ബാങ്ക് കൊടുത്തു. അപ്പോൾ ഞാൻ ചട്ടിയിലാണ് കേട്ടോ ഒന്ന് ചോറ് വിളമ്പിയത്. ഒരു വാഴൻ്റെ ഇല കഴുകിയാണ്ട് അതിലേക്ക് വിരിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിക്കാട്ടോ ചോറിട്ടത്, ചട്ടി ചോറാക്കാമെന്ന് വിചാരിച്ചു. കൂട്ടാനൊന്നും അധികം ഇല്ലെങ്കിലും കാണാനൊരു രസമാണ് ഈ വാഴൻ്റെ ഇലയിൽ ചട്ടിയിൽ വാഴൻ്റെ ഇലയൊക്കെ വിരിച്ചാണ്ട് ചോറ് വിളമ്പുമ്പോൾ. അപ്പോൾ കാണുമ്പോൾ തന്നെ കഴിക്കാൻ തോന്നൂലേ. അപ്പോൾ എന്തായാലും ഞാൻ അങ്ങനെ കുറച്ച് ചോറേക്ക് വിളമ്പി കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളെ പരിപ്പ് കറി കുറച്ച് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ മുട്ട പൊരിച്ചിനല്ലോ, അതിന്മേൽ ഒരു കഷ്ണം എടുത്തിട്ട് അതും വെച്ച് കൊടുത്തു. പിന്നെ ഇവിടെ ഉണക്കമീൻ വറുത്തത്, ഇപ്പോൾ നമ്മൾ വറുത്ത് വെച്ചില്ലേ, ആ ഒരു ഉണക്കമീൻ വറുത്തതും 2-3 കഷ്ണം ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളെ മാങ്ങച്ചാർ കേട്ടോ, മാങ്ങച്ചാർ ഒരു സ്പൂൺ എടുത്തിട്ടുണ്ട്. പിന്നെ കൊണ്ടാട്ടമുളക് ഫ്രൈ ചെയ്തതുണ്ടായിന്, അതും 2 എടുത്തിട്ടുണ്ട്. അപ്പോൾ ഉണക്കമീൻ എന്നെ പോലെ നല്ല ഇഷ്ടമുള്ള ആൾക്കാരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഉണക്കമീൻ എനിക്ക് നല്ല ഇഷ്ടമാണ്, പക്ഷേ ഞാനത് അങ്ങനെ കൊണ്ടുവരലില്ല വല്ലാതെ. നമ്മൾ കുട്ടികൾക്ക് ഇഷ്ടമില്ലാത്തതുകൊണ്ടേ അതിമക്ക് വല്ലാതെ അങ്ങോട്ട് പോവലില്ല. അതുണ്ടാക്കുകയാണെങ്കിലും വേറെ എന്തെങ്കിലും കൂട്ടാൻ ഉണ്ടാക്കേണ്ടി വരും, അപ്പോൾ അതിനെ മടിച്ചിട്ട് കേട്ടോ. നമ്മളെപ്പോഴും അങ്ങനെയാണല്ലോ, കുട്ടികളെ ഇഷ്ടത്തിനല്ലേ മുൻതൂക്കം കൊടുക്കുക, നമ്മളെ ഇഷ്ടം അവിടെ മാറ്റി വെക്കൂലേ. അപ്പോൾ എന്തായാലും ഒന്ന് വയറ് നിറച്ച് ചോറ് കഴിച്ചിട്ടോ. ഈ ഒരു ഉണക്കമീൻ പൊരിച്ചതും അതേപോലെ തന്നെ കൊണ്ടാട്ടമുളകും പരിപ്പ് കറിയും പിന്നെ ഒരു കഷ്ണം മുട്ട വറുത്തതൊക്കെ എടുത്തിട്ടുണ്ടേനും. അപ്പോൾ ഞാനിത് 2 ഉരുള കഴിച്ചപ്പോഴത്തേന് കുട്ടികളെൻ്റെ അടുത്ത് നിന്ന് വാങ്ങി കൊണ്ടുപോയിട്ടോ. ഒരിക്കൽ ഈ ഇലയിൽ ഇത് കണ്ടപ്പോഴേ ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ. ഇനി ഇൻഷാ അല്ലാഹ് നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. അതുപോലെ തന്നെ നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് നാളെ